ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്ത് കഥയെന്ന് ചോദിച്ചാൽ, ദുബായ് എന്ന് പറഞ്ഞ ഒരു എമിറേറ്റ് കാണണമെങ്കിൽ അതാ എൻ്റെ കൂടെ കൂടി ഞാൻ കാണിച്ചു തരും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. DIP യിലാണ് യാത്ര. ഫസ്റ്റ് യാത്ര DIP ക്കാണ്. DIP കഴിഞ്ഞാൽ പിന്നെ അൽബർഷ, അങ്ങനെ ആ ഒരു ഏരിയ ഇങ്ങനെ കവർ ചെയ്തിട്ട് അൽവാസിൽ, ജുമൈറ, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു റൂട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ബ്ലോക്കാണ് ഈ ഒരു ഏരിയയിൽ. അല്ലെങ്കിലും ബ്ലോക്ക് കൂടുതലെന്നല്ല, ഒരു 3-4 കിലോമീറ്റർ ബ്ലോക്ക് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ജോയിൻ്റ് വരുന്നുണ്ട്. ജോയിൻ്റ് എന്ന് വെച്ചാൽ വേറെ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ആവുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടാവും. അത് ഡെയിലി കിട്ടേണ്ടതാണ്. അതുകൊണ്ട് പിന്നെ ശീലമായി, ചെറുപ്പം മുതലേ കണ്ടുകൊണ്ട് ശീലമായി. ഫുള്ള് ലോഡും വണ്ടികളാണ്. നമ്മളതും ലോഡും വണ്ടി തന്നെ. പുതിയൊരു സംഭവം വന്നിക്കണം. ഞാൻ ഇപ്പോൾ ശനിയാഴ്ച കണ്ടിട്ട് ചെയ്യുന്നത്. ഞായറാഴ്ച പിന്നെ ഓഫ് ആയതുകൊണ്ട് പിന്നെ നല്ലൊരു ലൈൻ തന്നെ ഉണ്ടല്ലോ. മൊബൈലിൽ 4 വരട്ടാൽ ഇത്ര പെർഫെക്റ്റ് ആയിക്കാണ്ട് കിട്ടൂല. എത്ര 1, 2, 3, 4, 5, 6, 7 ലൈനുണ്ട്. 7 ലൈനിനനുസരിച്ചുള്ള വണ്ടികളുണ്ട്. വണ്ടികൾക്ക് ഒരു കുറവുണ്ടാവില്ല. ഇവിടെ മനുഷ്യന്മാരതിനെക്കാട്ടും കൂടുതൽ വണ്ടികളാണെന്ന്. പലപ്പോഴും എനിക്ക് അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ട്. അവിടെ താ നൈസ് 110 ഇതിൻ്റെ ബാക്കിൽ അങ്ങോട്ട് 120 എന്ന്. ഈ ദുബായ് എന്ന് വെച്ചാൽ നമുക്ക് 100 സ്പീഡാണെങ്കിൽ 120 സ്പീഡിൽ നമുക്ക് പോവാം. അതിൻ്റെ മേലേക്ക് കയറിയാൽ പിന്നെ ഫൈനാണ്. അതായത് ഇപ്പോൾ 80 സ്പീഡാണെങ്കിൽ 100 പോവാം, 120 ആണെങ്കിൽ 140 പോവാം. ഇവിടെ അങ്ങനത്തെ ഫുള്ള് ട്രക്കുകളും ലോറികളും ആണ് വിചാരിച്ചിട്ട് നമ്മളെ സിറ്റി ഏരിയയിൽ പോയാൽ ഫുള്ള് ഐറ്റം വണ്ടികളുണ്ടാവും. ദുബായിൽ നമുക്ക് എല്ലാ ബ്രാൻഡിൻ്റെയും ഓരോ വണ്ടി നമുക്ക് ട്രാക്കിൽ കാണാൻ പറ്റും. കാണാത്ത, നാട്ടിലൊക്കെ കാണാത്ത അജാതി ഐറ്റം സാധനങ്ങളേക്കാരും ഇവിടെ ഉള്ളത്. ചില പയ്യന്മാരുണ്ട് പൊട്ടിച്ചണാണ്. ചൂടിൻ്റെ റിഗാൾമെൻ്റ് വരെ അടിച്ചോ, അജാതി പൊട്ടിച്ചല. വണ്ടി വാങ്ങാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള എണ്ണ അടിക്കാനും പൊട്ടിക്കാനുള്ള എന്തുണ്ട്, അർഹതയുണ്ട്. എല്ലാ നാട്ടിലത്തെ മാതിരിക്ക് ഒന്ന് പൊട്ടിച്ചാൽ അതാ ശ്രീമാൻ ഉണ്ണിക്കുട്ടൻ ഇതാ ഭയങ്കര അപകടശൂന്യതമായ ഒച്ചയും പാളും ഉണ്ടാക്കിയിട്ട് ഇതാ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഓരോ വാർത്തകളും ന്യൂസുകളൊക്കെ ഉണ്ടാവും. ഇവിടെ പിന്നെ വാർത്തയില്ല, ന്യൂസില്ല. ഉള്ളവനക്ക് എന്തും ചെയ്യാം, ഇല്ലാത്തവനക്കും എന്തും ചെയ്യാം. പക്ഷെ നോക്കി കണ്ട് ചെയ്യണം. സംതിങ് ഫിഷ് കാണുന്നതേ നടന്നാൽ നമ്മളത് കൈകാര്യം ചെയ്യും വേണ്ടേ. അങ്ങനെയൊക്കെയാണ് ഗായ്സ് കാര്യങ്ങൾ. ഇവിടുന്ന് DIP ആ ഒരു ഏരിയക്ക് 44 കിലോമീറ്ററിൻ്റെ റണ്ണുണ്ട്. എച്ചാതി ലൈനാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് അങ്ങനെ തീരും. നൈസിൽ ബ്ലോക്കൊക്കെ കണ്ട് തീർന്നാൽ പിന്നെ ഒരു 100-110 പിടിക്കാം. തിങ്കളാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും. കാരണം എല്ലാവരും ഡ്യൂട്ടിക്ക് ഇറങ്ങും. ഞായറാഴ്ച റോഡൊക്കെ കാലിയേക്കാരം, ശാന്തേക്കാരം. ഒരു ശാന്തിയൊക്കെ പിടിക്കാം. ചൂട് എത്ര ഉണ്ടെന്ന് വെച്ചാൽ 41 ഡിഗ്രി ഉണ്ട് കേട്ടോ. പിടുത്തം വിട്ട ചൂടാണ്. ചൂടിനൊരു കുറവില്ല. ഇനിയിപ്പോൾ അടുത്ത മാസം ലാസ്റ്റോടെയാണ് തണുപ്പിൻ്റെ വരവ്. സുഹൈൽ എന്ന് പറഞ്ഞാണ്ടൊരു ആളുണ്ട് ഇവിടെ. ഓനെല്ലാവരും നോക്കി കുത്തിറക്കും. ആളല്ല കേട്ടോ, ഒരു നക്ഷത്രമാണ് സുഹൈൽ എന്ന് പറഞ്ഞിട്ട്. ആ നക്ഷത്രം വന്നാലാണ് ഇവിടെ തണുപ്പ് തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സാധ്യത
കാണിക്കുന്നത്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ സുഖമായിരുന്നു. ഇത് ഗിയറായതുകൊണ്ട് കാലിൻ്റെ പടം പൊളി ഇങ്ങനെ ചേഞ്ച് ആക്കലും ക്ലച്ചുമ്പ് കാലിച്ച് റിട്ടേണൊക്കെ വരുമ്പോണ്ട് ഒരു ബ്ലോക്ക് വരാനേ മുമ്പോ കാലുണ്ട് വേദനായിട്ട് ഒളിഞ്ഞു പോകും. ഇൻഡിക്കേറ്ററൊക്കെ ഇടാതെ വരുന്ന ഡിമാൻഡ് വേറെ. പിന്നെ നമ്മളിടക്ക് കയറലുണ്ട്, സമയത്ത് നമ്മൾ ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ അങ്ങനെയൊക്കെ കയറുമ്പോൾ എന്താന്ന് വെച്ചാൽ CID ബാക്കിലുണ്ടെങ്കിൽ ഫൈനുണ്ട്. ഇതാണ് ലഹബാബ് എന്ന് പറഞ്ഞ സ്ഥലം. 41 കിലോമീറ്റർ ഉണ്ട്. VIP എന്ന് വെച്ചാൽ ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക്. അവിടെയാണ് അധികം കുറേ വെയർ ഹൗസുകളൊക്കെ വരുന്നത്. ട്രിപ്പോളി സ്ട്രീറ്റ്, ഇവിടെ അങ്ങനെ ഒരുപാട് സ്ട്രീറ്റുകളുണ്ടാവും. 2 ഡിസംബർ സ്ട്രീറ്റ്, ഹാപ്പിനെസ് സ്ട്രീറ്റ്, അങ്ങനെ ഓരോ ഐറ്റം സ്ട്രീറ്റുകളുണ്ട്. ആ ലാസ്റ്റ് അത് ആ ട്രാക്കാണ് സ്പീഡ് ട്രാക്ക്. അതിൽ അർജൻറ് അവധി കൂടെ കയറി പോകട്ടാ. അതൊക്കെ നമ്മളെ ഓരോ വണ്ടിക്ക് അനുസരിച്ചിരിക്കും. പിന്നെ അവൻ്റെ കയ്യിൽ അവൻ്റെ വളയത്തിൻ്റെ ആ ഒരു പെർഫെക്ഷൻ അനുസരിച്ചിരിക്കും. പക്ഷെ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, ലെഫ്റ്റ് സൈഡിൽ കൂടി മാത്രം ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ നമ്മളങ്ങനെയൊക്കെ ചെയ്യും. വണ്ടിക്ക് ട്രാക്കിൽ വണ്ടി ഏതാ കുറവുള്ള അതിനനുസരിച്ച് നമുക്ക് ബെറ്റർ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. പക്ഷേ നിയമം എന്താന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് ഓവർടേക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ 110ൻ്റെ ട്രാക്കാണ്. അപ്പം നമുക്കൊരു 130 വരെയൊക്കെ പോവാം. ആ സൈഡിൽ ഫുള്ള് മണലാണ്, ഈ സൈഡിൽ അതേമാതിരി മണലാണ്. ഇത് E611 റോഡാണ്. നമുക്കൊരു 120 പഠിക്കാം. എന്നാലും നമുക്ക് അങ്ങോട്ട് ഈ ഒരു സമയം നമുക്കൊരു ടൈമുണ്ട്, സമയത്തിനൊക്കെ നമുക്ക് എത്താൻ പറ്റും. എത്താൻ പറ്റും. കാരണം ഒരുപാട് ഭാഗം കവർ ചെയ്യാറുണ്ട്. കളി പിടിക്കാൻ പറ്റില്ല, കാര്യം തന്നെ പിടിച്ചു പോകണം. വിത്തൗട്ട് ആക്സിഡൻറ്റ്സ് 25, അതായത് അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് 25-ാം തീയതി ഇവിടെ ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളും ഇല്ലാത്തൊരു ഡേ ആക്കി മാറ്റാനാണ് ഈ UAE തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ലൈസൻസിലൊക്കെ നമുക്ക് എന്ത് ഫൈനൊക്കെ കിട്ടിയിട്ട് ബ്ലാക്ക് മാർക്ക് ഉണ്ടാവും, ബ്ലാക്ക് പോയിന്റ് എന്നാണ് പറയില്ലേ. അപ്പോൾ നമ്മൾ ഓരോരു സൈറ്റ് ഉണ്ട്, അതിൻ്റെ QR കോഡൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടതാണ് ഒരു പ്രതിജ്ഞ ഉണ്ട്. അപ്പോൾ ആ പ്രതിജ്ഞ ചെയ്തിട്ട് നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്താലതാ പിന്നെ നമ്മളതിൽ ജോയിനായി. അതിൻ്റെ ശേഷം ആ ദിവസം നമ്മൾ ഭയങ്കര കെയർഫുള്ളായിക്കാണ്ട് വണ്ടി ഓടിച്ച് ഒരു ഫൈനോ ഇഷ്യോ ഒന്നും ഇല്ലെങ്കിൽ അതാ നമുക്ക് എത്ര 4 ബ്ലാക്ക് പോയിൻ്റ് അങ്ങനെ എത്രയൊക്കെ നമ്മളെ ലൈസൻസിൽ നിന്ന് റിമൂവ് ചെയ്യുമെന്നാണ് UAE മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് പോയിൻ്റൊക്കെ 24 ബ്ലാക്ക് പോയിൻ്റ് കിട്ടി നമ്മൾ ലൈസൻസ് എന്തോ ഇൻബൗണ്ട് ആക്കുന്നോ എന്തൊക്കെ മാറ്ററുണ്ട്. അപ്പോൾ ആരുന്നില്ലെങ്കിലോ എന്തെങ്കിലുമൊക്കെ ബ്ലാക്ക് പോയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ 25-ാം തീയതിയാണ് ഈ ഒരു ഡേ. പക്ഷേ നമുക്ക് 15-ാം തീയതി, ഇപ്പോൾ 15-ാം തീയതി കഴിഞ്ഞില്ല, ഇപ്പോൾ 23-ാം തീയതി 24-ാം തീയതി ആയി, 24-ആയി. അപ്പോൾ ഇപ്പം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ 60 സ്പീഡ്
വെച്ചാൽ നമുക്കൊരു എംപിയിലൊക്കെ പോവാം. എങ്ങനെയുണ്ട് ഈ രണ്ട് റോഡ് സൈഡ്? എങ്ങനെയുണ്ട്? മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച്. അതാണ് UAE-ൻ്റെ ഒരു പ്രത്യേകത. മരുഭൂമിയിൽ മരങ്ങൾ അവർ നട്ടുണ്ടാക്കിയതാണ്. അല്ലാതെ തന്നെ ഭംഗിയൊന്നുമല്ല. സൈക്കിളായിട്ട് പോണ്. ഇവിടെ 40 ഡിഗ്രി ആയി. കുറച്ച് പച്ചപ്പുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ചൂട് നൈസിൽ 1 ഡിഗ്രി കുറഞ്ഞ്. വെള്ളം പോകണുണ്ടോ മരത്തിനൊക്കെ? ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. സിഗ്നലൊക്കെ ക്രോസ് ചെയ്താൽ നല്ല പണിയാണ്. പണിയെന്ന് വെച്ചാൽ ഫൈനിട്ടു. പിന്നെ നമ്മൾ വാങ്ങണ ശമ്പളം ഫൈൻ കൊടുക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ. സോ ഗായ്സ്, ആരും സിഗ്നൽ നിന്ന് ക്രോസ് ചെയ്ത് കണ്ട് 2 മിനിറ്റ് വൈകിയാലും നമുക്ക് ഒരു നല്ലീനാണെന്ന് നമ്മൾ വിചാരിക്കാൻ പാടുള്ളൂ. അല്ലാതെ കുത്തോ പിടിച്ചോന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യരുത്. അത് ചെയ്താൽ നമ്മൾ അതിനുള്ള ഒരു പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും. അതായത് എമിറേറ്റ്സ് മാളുണ്ട്. എമിറേറ്റ്സ് മാളിൻ്റെ ആ സൈഡിലായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നൈസ് സ്കൈ ലൈൻസൊക്കെ വരൽ തുടങ്ങിയിട്ടാ. കിടിലും ബിൽഡിങ്ങുകൾ വരൽ തുടങ്ങി. പക്ഷെ അതിനെക്കാട്ടിയൊക്കെ ഹൈറ്റ്സ് ഉള്ള നല്ല കിടിലൻ പല ഐറ്റം ഡിസൈനുള്ള സാധനങ്ങളൊക്കെ വരാറുണ്ട്. അതൊക്കെ ദുബായ് സൈഡിലാണ്. നൈസ് വണ്ടികളൊക്കെ ഞാൻ കാണുന്നുണ്ടോ? ഒരു BM അതാ. ഈ ദുബായിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോഡ് മാറിയാൽ പിന്നെ നമ്മളൊരു 10-20 മിനിറ്റ് കറങ്ങിയാലേ പിന്നെ നമുക്ക് മാറിയിടത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു എമിറേറ്റാണ് ദുബായ്. എല്ലാ അബുദാബിയും കുറച്ചൊക്കെ ടാസ്ക്കാണ്. അല്ലെങ്കിൽ പിന്നെ അത്ര ടാസ്ക് ഒന്നുമില്ല. അല്ലെങ്കിൽ ഫുള്ള് വലിയ കട്ടിങ്ങാണ്. എന്ന് വെച്ചാൽ കട്ടിങ് കൊണ്ട് കാര്യമില്ല. കാരണം ഇത് വേറൊരു ലോകമാണ്. കറങ്ങി തിരിഞ്ഞാലും ഉള്ളോടത്ത് എത്തുള്ളൂ. ഇല്ലാത്തവന് കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ഇല്ലാത്തവർക്ക് തന്നെ എത്തും. ബുർജ് കാണുന്നുണ്ടോ? ബുർജ് ഖലീഫ ഉണ്ട്. അതിൻ്റെ അവിടേക്കൊക്കെ പോക്കുണ്ട്. അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് അതൊക്കെ കാണാൻ പറ്റും. ദുബായ് കാണേണ്ടവര് എൻ്റെ കൂടെ കൂടി നമ്മ കാണിച്ചു തരും. ദുബായിയുടെ ഓരോ മുക്കും മൂലയും ഞാൻ കാണിച്ചു തരും. നമ്മളെ നാട്ടിൽ ട്രെയിന് പോകുമ്പോൾ നമ്മൾ സിഗ്നലിൽ നിൽക്കുമല്ലോ, അതേപോലെ ട്രാം പോകണം. ട്രാം എന്ന് വെച്ചാൽ ഒരു 4-5 ബോഗിയൊക്കെ ഉണ്ടാവും. ട്രെയിനും ആയിരിക്കുള്ള സംഭവം തന്നെ. പക്ഷെ വളരെ സ്ലോയിലേക്കാണ് പോകും.
അടിയിലാണ് നമ്മൾ റോഡ് കിടക്കുന്നത്. പക്ഷെ നൈസിലൊന്നും മാറി. ഇത് എമിറേറ്റ്സ് മാളിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ബേസ്മെൻ്റ് ആണിത്. ഇവിടുന്ന് ഇനി എക്സിറ്റ് ആണ്. ഇവിടുന്ന് എക്സിറ്റ് ആയാലും നമ്മൾ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇതാണ് എമിറേറ്റ്സ് മാള്. എമിറേറ്റ്സ് മാളിൻ്റെ എൻട്രൻസ് ആണ്. അതായത് മാൾ ഓഫ് എമിറേറ്റ്സ് എന്നത് പറയില്ലേ, എമിറേറ്റ്സ് മാൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. ഇനി ഏകദേശം ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നുണ്ട്. എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. ഓക്കെ.